CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഉണ്ടായ സാങ്കേതിക അപാകതകൾ വിട്ടുമാറാതെ തുടരുന്നു. സൗദി അറേബ്യയിൽ പരീക്ഷ എഴുതിയ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്കില്ലാത്ത മാർക്ക് ലിസ്റ്റ് സംബന്ധിച്ച വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. പരീക്ഷാ ഫലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താത്തതും റിസൾട്ട് ലേറ്റർ എന്ന് രേഖപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. മെയ് 13-ന് CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾ കടുത്ത ആശങ്കയോടെയും പരാതികളുമായും രംഗത്തെത്തുകയുണ്ടായി. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഡൽഹിയിലെ തനിഷ്ക് വാട്സ് എന്ന വിദ്യാർത്ഥിയുടെ അനുഭവമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാർക്ക് ലിസ്റ്റിൽ വിവിധ വിഷയങ്ങളുടെ കോഡുകളും ഗ്രേഡുകളും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ലെങ്കിലും അവയുടെ ആകെ മാർക്കുകൾ ചേർക്കാൻ ബോർഡ് അധികൃതർ മറന്നുപോയത് വലിയ സാങ്കേതിക പിഴവായി മാറുകയായിരുന്നു. ഇത്തരത്തിൽ മാർക്കുകൾ രേഖപ്പെടുത്താത്ത മാർക്ക് ലിസ്റ്റിൽ ലഭിച്ച വിദ്യാർത്ഥിയുടെ ഉപരിപഠന സാധ്യതകളെയും ഭാവി പ്ലാനുകളെയും അനിശ്ചിതത്തിലാക്കിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതരുടെയും CBSE ഓഫീസുകളുടെയും സഹായത്തോടെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് തിരുത്തിയ മാർക്ക് ലിസ്റ്റ് നേടിയെടുക്കാൻ സാധിച്ചത്. ഇതോടൊപ്പം തന്റെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കാൻ അവസരം ലഭിച്ചെന്നും പ്രത്യേകിച്ചും ബയോളജി പരീക്ഷയുടെ ഉത്തരക്കടലാസ് തനിക്ക് കാണാൻ അനുവാദം നിഷേധിക്കപ്പെട്ടുവെന്നും തനിഷ്ക് വാട്സ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണം CBSEയുടെ സുതാര്യതയെ സംബന്ധിച്ചുള്ള വൻ വിവാദങ്ങൾക്കാണ് അന്ന് തുടക്കമിട്ടത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലത്തിലെ അപാകതകൾ രാജ്യത്തിനകത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കാതെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചതോടെയാണ് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലെത്തിയത്. സൗദി അറേബ്യയിൽ പരീക്ഷ എഴുതിയ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ലഭിച്ച മാർക്ക് ലിസ്റ്റിൽ ഒരു വിഷയത്തിന് മാർക്കുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നതോടെ ഈ വിഷയം അഡ്വക്കേറ്റ് വിനീത് ജിൻദാൽ വഴി സുപ്രീം കോടതിയിൽ ഹർജിയായി ഫയൽ ചെയ്യുകയായിരുന്നു. തന്റെ മാർക്ക് ലിസ്റ്റിലെ ഈ ഗുരുതരമായ പിശക് കാരണം ഉപരിപഠനത്തിനായുള്ള അഡ്മിഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിയുടെ ഭാവി സ്വപ്നങ്ങളെല്ലാം തന്നെ അനിശ്ചിതത്വത്തിലാണെന്ന് ഹർജിയിൽ അടിയന്തരമായി ചൂണ്ടിക്കാട്ടുന്നു. ഒട്ടേറെ NRI വിദ്യാർത്ഥികൾ സമാനമായ രീതിയിൽ പരീക്ഷാ ഫലങ്ങളിലെ സാങ്കേതിക അപാകതകൾ മൂലം വലയുകയാണെന്നും ഇതിൽ പലരുടെയും ഫലം ഇതുവരെ പ്രഖ്യാപിക്കാൻ പോലും CBSE അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നുമുള്ള പരാതി ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്ത് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന ഇത്തരം വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥതയും സാങ്കേതിക വീഴ്ചയും വലിയ തോതിലുള്ള നിയമ പോരാട്ടങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. CBSE നടപ്പിലാക്കിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന്റെ സുതാര്യതയെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ സംവിധാനത്തിന്റെ പിന്നിലെ അപാകതകളെ കുറിച്ച് പാർലമെന്ററി സമിതി ബോർഡിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോംപ്റ്റ് എന്ന കരാർ കമ്പനിയെ ഏൽപ്പിച്ച കാര്യത്തിലും ഇവരുടെ മുൻകാല പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്താൻ സമിതി നിർദ്ദേശിച്ചു. ഉയർന്നുവരുന്ന ആക്ഷേപങ്ങൾക്കിടയിലും പരീക്ഷാ നടപടികൾ സുഗമമായാണ് നടന്നതെന്നാണ് CBSEയുടെ ഔദ്യോഗിക നിലപാട്. ജൂൺ 2 മുതൽ 7 വരെ നീണ്ടുനിന്ന വെരിഫിക്കേഷൻ റീ ഇവാലുവേഷൻ പ്രക്രിയയിൽ 1.6 ലക്ഷം വിദ്യാർത്ഥികൾ അപേക്ഷിച്ചതായും 3.8 ലക്ഷം ഉത്തരക്കടലാസുകൾ പുനഃപരിശോധിച്ചതായും ബോർഡ് വ്യക്തമാക്കുന്നു. IIT വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കിയതായി അവർ അവകാശപ്പെടുന്നു. റോൾ നമ്പർ, നോട്ട് ഫണ്ട് പോലുള്ള സാങ്കേതിക പിശകുകൾ കൃത്യമായി അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉണ്ടായതെന്നും ബോർഡ് വിശദീകരിക്കുന്നു. റീ ഇവാലുവേഷൻ പോർട്ടലുകൾ അടച്ചതോടെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ഉത്തരക്കടലാസുകൾ കാണാനില്ലാത്തതും റീ ഇവാലുവേഷന് ശേഷം മാർക്കിൽ കാര്യമായ മാറ്റം വരുത്താത്തതും വിദ്യാർത്ഥികളിൽ കടുത്ത അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ ഒരുപോലെ നേരിടുന്ന ഈ സാങ്കേതിക പ്രതിസന്ധിക്ക് അടിയന്തരമായ പരിഹാരം കണ്ടെത്തേണ്ടത് CBSEയുടെ ഉത്തരവാദിത്തമാണ്. നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് അർഹമായ ഫലം ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.